പ്രജിമോന്റെ BM-ലും ഇല്ല ഇത്രയും. നമ്മൾ പ്രീമിയം സെഗ്മെന്റിൽ ഒരു ഇലക്ട്രിക് കാർ മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ ടോപ്പിൽ നിൽക്കുന്ന ബ്രാൻഡ് ആയിരിക്കും വോൾവോയുടെ കാറുകൾ. വോൾവോ ഈ അടുത്ത് ഇറക്കിയ അവരുടെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ഇലക്ട്രിക് കാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് നമുക്ക് ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ വോൾവോ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഈ കാണുന്ന EX30 ആണ്. അപ്പോൾ എല്ലാവർക്കും വോൾവോ EX30യുടെ യൂസർ റിവ്യൂയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതാണ് നമ്മുടെ യൂസർ. ഹായ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തോളൂ. ഹായ്, എൻ്റെ പേര് ഡോക്ടർ കാർത്തിക. ഞാനൊരു ഒഫ്താൽമോളജിസ്റ്റ് ആണ്. ബേസിക്കലി ഒഫ്താൽമോളജിസ്റ്റും അതുപോലെ തന്നെ കോസ്മെറ്റോളജി ക്ലിനിക്സും റൺ ചെയ്യുന്ന ഒരു ഓണറാണ്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ കിരൺ, അദ്ദേഹം ഒരു ഓർത്തോപെഡീഷ്യനാണ്. ഓക്കെ, സോ ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു സ്വപ്നമാണ് ഈ ഒരു ഹയർ എൻഡ് മോഡലിലുള്ള ഒരു കാർ, ഇലക്ട്രിക് കാർ. ഇതിനു മുമ്പും യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറുകൾ ഇലക്ട്രിക് തന്നെ ആയിരുന്നു. നേരത്തെ യൂസ് ചെയ്തിരുന്ന വണ്ടി ഏതൊക്കെയായിരുന്നു? നമ്മള് 2021 മുതൽ ഇലക്ട്രിക് കാർസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രിക് കാർസ് ഒക്കെ ഈ നിരത്തിലേക്ക് ഇറങ്ങിയ സമയം മുതൽ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് MG ആണ്. MGയുടെ ZS EV. അതിനുശേഷം നമ്മൾ ഹ്യുണ്ടായുടെ കോന യൂസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വണ്ടിയാണ്. യെസ്, അതിന് അപ്ഗ്രേഡ് ചെയ്താണ് ഇപ്പോൾ വോൾവോ EX30 എത്തിയിരിക്കുന്നു. അത് നമ്മുടെ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈ വണ്ടി മേടിക്കാൻ പോകുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ആൻഡ് അവർക്ക് പറ്റിയ വണ്ടിയാണോ എന്ന് ഈ ഒരു വീഡിയോയിൽ കാണുന്നതോടെ അവർക്ക് കൺക്ലൂഷൻ എത്തിക്കണം. അതാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് EX30 എത്തിയത്? ആൻഡ് EX30 സെലക്ട് ചെയ്യാനുള്ള കാരണം ഏതൊക്കെ വണ്ടി നോക്കിയായിരുന്നു ഇലക്ട്രിക് എടുക്കുന്ന സമയത്ത്? അതായത് ഞാൻ ഗോപിയോട് ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ MG എന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നെ EV-യില്. ബിക്കോസ് അതിലും താഴെയുള്ള വണ്ടികളുണ്ടല്ലോ, ടാറ്റ അങ്ങനത്തെ. MGന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഓഫ് കോഴ്സ് ഒരു ഹയർ എൻഡിലേക്ക് പോകണമെന്നായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. സോ ഹയർ എൻഡിലേക്ക് പോകുമ്പോഴത്തേക്കും വി ഗോ വിത്ത് വോൾവോ, BMW, ബെൻസ്, ആ ഒരു സെക്ഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ അഫോർഡബിൾ ആയിട്ടും ഓഫ് കോഴ്സ് സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം വെച്ചിട്ടാണ് ഇങ്ങനൊരു ചോയ്സിലേക്ക് എത്തിച്ചേർന്നത്. സേഫ്റ്റി ആയിരുന്നു മെയിൻ കൺസേൺ. സേഫ്റ്റി ആയിരുന്നു മെയിൻ കൺസേൺ. അത് പറയാനൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഹ്യുണ്ടായി കോന നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ വണ്ടി ആക്സിഡന്റ് ആയപ്പോഴാണ്, ആക്സിഡന്റ് ആയി ഹസ്ബൻഡ്, അത്രയും വലിയൊരു ഇടിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒന്നും സംഭവിക്കാതെ ഇറങ്ങി വന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴാണ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഒരു റെഗുലർ ഡ്രൈവിംഗ് ആൾക്ക് എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് സേഫ്റ്റി തന്നെ അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എത്തിയത്. അപ്പൊ വേറെ വണ്ടികളൊന്നും നോക്കിയിട്ടേ ഇല്ലായിരുന്നു? വോൾവോയും BMW നോക്കിയായിരുന്നു. അപ്പൊ അതിലെ തൽക്കാലം ആ BMW അത്രയും അഫോർഡ് ചെയ്യാനായിട്ട് നമുക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എടുക്കാം എന്ന രീതിയിൽ. വോൾവോയുടെ വേറെ ഇലക്ട്രിക് കാറുകൾ നമുക്ക് ഓൾറെഡി മേടിക്കാൻ പറ്റും. എന്തുകൊണ്ട് 30 എത്തി? 30 എത്തിന്ന് വെച്ചാല് ഇത് ഭയങ്കര സ്മോൾ ആൻഡ് കോമ്പാക്റ്റ് ആണ് ബേസിക്കലി. സോ എനിക്കെടുക്കാം എന്ന രീതിയാണ്, ഒരു ലേഡിക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ എന്ന രീതിക്കാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ഹസ്ബൻഡ് അല്ല, യൂഷ്വലി ഞാനാണ് ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് മിനി കോമ്പാക്ട് തിങ് ഫോർ മീ എന്നൊരു, ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതല്ല. ഇപ്പൊ ഇതിന്റെ 40 എടുക്കാനാണെങ്കിൽ 40 കംസ് അറൗണ്ട് ഒരു 56 lakhs വരും. കുറച്ചുകൂടെ വലുതാണ് അങ്ങനെ. എന്നാൽ ഇത് ഫെമിനൈൻ ആണോ എന്ന് ചോദിച്ചാൽ ഫെമിനൈനും ആണ്, മസ്ക്ലൈൻ ആണോ എന്ന് ചോദിച്ചാൽ മസ്ക്ലൈനും ആണ്. ആ ഒരു രീതിയാണ്, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ. അപ്പൊ ഇതിലോട്ട് എത്തിയിട്ട് ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിച്ചു? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ആ ഇത്ര 6000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ രണ്ട് മാസമായിരുന്നല്ലേ പറഞ്ഞത്? 2-3 മാസം, ഡിസംബറിൽ ഇപ്പൊ മാർച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത്. അപ്പൊ ഈ ഒരു 3 മാസം 6000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം എന്താണ് തോന്നുന്നത് ഈ മറ്റുള്ള ഇലക്ട്രിക് കാറുകൾ ഓടിച്ചതിന് ശേഷം ആൻഡ് ഈ ഒരു വോൾവോ എന്ന് പറഞ്ഞ ബ്രാൻഡിലോട്ട് എത്തിയതിനു ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ? അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് ഇത് എടുത്തോണ്ട് പോകുമ്പോൾ ഞാൻ പിന്നെ വീണ്ടും MG ആണല്ലോ ഓടിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിലോട്ട് കയറുമ്പോൾ സുഖം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതിന്റെ മെയിൻ. കംഫർട്ട് ലെവൽ ഇസ് എല്ലാ കാര്യത്തിലും നമ്മളുടെ ഡ്രൈവിംഗിന്റെ ഒരു സുഖമാണെങ്കിലും സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ചെറുതാണ് കമ്പയർഡ് ടു അതർ. മിനിമലിസ്റ്റിക് ആണ്. നമ്മുടെ യൂഷ്വലി ഇപ്പൊ വീട് പണിയിലും നമ്മൾ പറയും സ്കാൻഡിനേവിയൻ മോഡൽസ് എന്ന് വെച്ചാൽ they all choose minimalism. Just like that they have brought here minimalism ആണ്. ഫുൾ ബ്ലാങ്ക് ആണ് എന്നാ ആവശ്യമുള്ള എല്ലാം. അതെ ഒറ്റയടിക്ക് നമുക്ക് തോന്നുന്നു ഒന്നുമില്ല. They have avoided all the physical switches എല്ലാം. അപ്പം
എന്നാ തൊട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് താനും. അങ്ങനെയാണ്. സോ സിറ്റിംഗ് കംഫർട്ട് ആവട്ടെ, ഡ്രൈവിംഗ് കംഫർട്ട് ആവട്ടെ, എല്ലാം വെൻ കമ്പയർഡ് ടു അതർ ബ്രാൻഡ്സ്, ഇതിന്റെ ഹയർ എൻഡിലൂടെ ഞാൻ പോയിട്ടില്ല ഇതുവരെ. പക്ഷേ കമ്പയർഡ് ടു ദിസ് ഇറ്റ് ഈസ് ഫാർ ബെറ്റർ. ഓക്കെ, നമുക്ക് ഇന്റീരിയറിൽ കയറുന്ന സമയത്ത് ഞാൻ ഇന്റീരിയർ എല്ലാം വിശദമായിട്ട് കാണിച്ചില്ല, കാരണം കാണിച്ചു തരാനും മാത്രമുണ്ട്. അതുപോലെ നല്ല രസമാണ് ഇന്റീരിയർ. ഞാൻ ചുമ്മാ തിരിച്ചിടാൻ വേണ്ടി നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ EX30 എത്രയായി? ഓൺ റോഡ് എത്രയായി? ഓൺ റോഡ് 48.35 റേഞ്ച്. ഇൻഷുറൻസ് എത്രയാണ് ഇതിന് വരുന്നത്? ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നു ഒരു 1.25 ആ റേഞ്ച് വരുന്നത്. യെസ്, അപ്പോൾ ഇത് നമുക്ക് 69 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഞ്ച് കാര്യങ്ങളോട്ട് വരാം. ആൻഡ് വീട്ടിലാണ് ചാർജർ ഉണ്ടല്ലോ, ചാർജർ 11 കിലോവാട്ടിന്റെ ചാർജർ അല്ലേ? 11 കിലോവാട്ട്. എത്ര ചാർജിങ് ടൈം എടുക്കുന്നുണ്ട് ആൻഡ് എത്ര കിലോമീറ്റർ റേഞ്ച് കമ്പനി പറയുന്നല്ല, അത് റിയൽ ലൈഫിൽ എത്ര കിട്ടുന്നുണ്ട്? അതായത് ചാർജിങ് ടൈം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ രാത്രിയിൽ കുത്തിയിടാറാണ് പതിവ്. എന്നാലും കമ്പനി പറയുന്നത് ഒരു 6.5 hours ഫുൾ ചാർജ് ആവും എന്നാണ് പറയുന്നത്. എനിക്ക് റെഗുലർലി പോകേണ്ടത് ഓൾമോസ്റ്റ് 70 to 100 kilometers per day ആണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ റേഞ്ച് ഈസ് ലൈക്ക് റിയൽ ടൈം റേഞ്ച് നമുക്ക് കിട്ടുന്നത് 480 kilometers കിട്ടുന്നുണ്ട് ഫുൾ ചാർജിന്. 480 kilometersഓളം കിട്ടുന്നുണ്ട്. അതായത് 100 to 0 ആണോ ഉദ്ദേശിക്കുന്നത്? 100 to 10 ആണോ? കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ട് പോകുന്ന സെറ്റപ്പ്? അതെ, കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ട് പോകുന്ന സെറ്റപ്പില് 480 kilometersഓളം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് യൂഷ്വലി വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കേ ചാർജ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബിക്കോസ് എന്റെ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു 70 to 100 kilometers അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വെൻ കമ്പയർഡ് ടു ദ അതർ EVs which I have used, MG ആണെങ്കിലും അതൊക്കെ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും കിലോമീറ്റർ ഓടുമ്പോൾ. അപ്പൊ ഇതാവുമ്പോൾ അത്രയും വേണ്ടി വരുന്നില്ല. സോ ഐ തിങ്ക് അത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിക്കും അത് ബെനിഫിഷ്യൽ ആണെന്ന് വിചാരിക്കുന്നു. ഈ ചാർജിങ് എപ്പോഴും ചെയ്യാം. സോളാർ ഉണ്ട്. എത്ര കിലോവാട്ടാ? 10 കിലോവാട്ട്. അപ്പൊ 10 കിലോവാട്ട് 2 വണ്ടി ഇപ്പം നിലവിൽ 2 വണ്ടി. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു കാൽക്കുലേഷൻ ഞങ്ങളിപ്പോ ക്യാമറ നിർത്തിയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ, ഞാൻ ഉദ്ദേശിച്ച കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനത് വേറെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു കേസിൽ 10 കിലോവാട്ടിൽ 6 AC ഉണ്ട്. ആൻഡ് ഒരു കറണ്ട് ബിൽ എങ്ങനെ പോയാലും നേരത്തെ വന്നോണ്ടിരുന്ന കറണ്ട് ബിൽ എത്ര ഉണ്ട് സോളാർ വെക്കുന്നതിന് മുമ്പ്? നേരത്തെ 2 വണ്ടിയുള്ള സമയത്ത് നമുക്ക് ഏകദേശം 10,000 to 15,000 വരുന്നുണ്ടായിരുന്നു. അതായത് ഹ്യുണ്ടായുടെ വണ്ടിയും ഈ പറഞ്ഞ MG-യുടെ വണ്ടിയുള്ള സമയത്ത്. MG-യുടെ വണ്ടിയും ഉള്ള സമയത്ത് വണ്ടിയുടെ മാത്രമല്ല വീട്ടിന്റെ എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പൊ ഈ 2 വണ്ടി ഇപ്പൊ നിലവിൽ യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി സോളാറിലാണ്. ഓക്കെ, അപ്പോൾ 10 കിലോവാട്ട് എന്ന് പറയുമ്പോൾ പെർ ഡേ ഒരു 40 കിലോവാട്ടിലോളം, അതായത് 40 യൂണിറ്റ്സോളം പ്രൊഡക്ഷൻ വരുന്നുണ്ട്. എങ്കിലും എത്ര കറണ്ട് ബിൽ വരുന്നുണ്ട് ഇവിടെ? നമുക്ക് ഏകദേശം ഒരു 2,000 to 3,000 വരുന്നുണ്ട് കറണ്ട് ബിൽ, ഹൗസ് എല്ലാം കൂടെ ചേർത്ത്. ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ചെലവെന്ന് പറയുന്നത് വണ്ടി മാത്രമല്ല, ഇവിടെ മറ്റേ എന്തൊക്കെയോ കൃഷി സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് മോട്ടറിന്റെ വരുന്നുണ്ട് ആൻഡ് വീട്ടിലെ എക്യുപ്മെന്റ്സിന്റെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒരു 10 കിലോവാട്ടിന്റെ സോളാർ ഉണ്ടെങ്കിൽ ഇപ്പൊ പെർ ഡേ 2 വണ്ടിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വണ്ടി 70 കിലോമീറ്റർ ഓടുന്നുണ്ട്. നമ്മുടെ MG-യുടെ വണ്ടി ഒരു 100 കിലോമീറ്റർ ഓടുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒരു 170 അല്ലെങ്കിൽ 150 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ പെർ ഡേ ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ 10 കിലോവാട്ടിനകത്ത് ഓടുമല്ലോ അല്ലേ? അത്യാവശ്യം ഓടും. എത്ര നമ്മൾ ഓടുന്നുണ്ടെന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ സോളാറിന്റെ ഒരു വണ്ടി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞങ്ങള് ഇപ്പം നമ്മളെ മറ്റേ ഡോക്ടറോട് സംസാരിച്ചോണ്ട സമയത്ത് പുള്ളി പറഞ്ഞത് ഇപ്പം വലിയ വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ 75 കിലോവാട്ടിന്റെ 69 കിലോവാട്ടിന്റെ ബാറ്ററിയുടെ വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല. ആ വണ്ടി 10 കിലോമീറ്റർ ആണ് ഡെയിലി ഓടുന്നെങ്കിൽ ഈ പറഞ്ഞ കാൽക്കുലേഷൻ നടക്കത്തില്ല. അപ്പൊ ഈ കിലോമീറ്റർ ഏത് വണ്ടിയാണെങ്കിലും കിലോമീറ്റർ എത്രയാണോ അതനുസരിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സോളാറിൽ ഈ സംഭവങ്ങൾ ഓടുവോ റൺ ചെയ്ത് കിട്ടുവോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. വണ്ടി പുറത്ത് കൊടുത്ത് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ പുറത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്തിട്ടുണ്ടോ? വോൾവോ പുറത്തുകൊണ്ടുപോയി ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് 480 റേഞ്ച് ഉണ്ട്, നമുക്ക് പോയി തിരിച്ചു വരാനുള്ളൊരു ദൂരെ എവിടെയല്ല ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. നമ്മള് വോൾവോയില് മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ പോയി വന്നോ? ഇല്ല, വന്നില്ല. അപ്പൊ പുറത്ത് ചാർജ് ചെയ്തു, അവിടെ ചാർജ് ചെയ്യാം, റിസോർട്ടിൽ ചാർജ് ചെയ്തു. ഓക്കെ, എങ്ങനെയുണ്ട് ചാർജിങ് എക്സ്പീരിയൻസ്? സമയം നോക്കി കാണുമോ അതോ സ്ലോ ചാർജ് ആയിരുന്നു ഇത്? സ്ലോ ചാർജ് ചെയ്ത് അങ്ങനെ ടൈം ആയിട്ട് നോക്കി. പുറത്തുനിന്ന് ഇപ്പൊ ചാർജ് ചെയ്തിട്ടില്ല? പുറത്തുനിന്ന് ചാർജ് ചെയ്യേണ്ട ആവശ്യം അധികം വരുന്നില്ല. റേഞ്ച് ഉള്ളത് കൊണ്ട് അങ്ങനെ വരാറില്ല. ബിക്കോസ് എറണാകുളം ഒക്കെ ആണെങ്കിലും നമ്മൾ യൂഷ്വലി ഇപ്പം നാടിവിടെ എണ്ണക്കാട് ആയതുകൊണ്ട് എറണാകുളം അങ്ങനെയാണ് പോകുന്നത്. അതെല്ലാം പോയി വരാനുള്ളൊരു ഇതുണ്ട്. അപ്പൊ പിന്നെ ഇൻ ബിറ്റ്വീൻ ഒരു ചാർജിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഹൈ റേഞ്ച് കയറിയ സമയത്ത് ചാർജ് പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നു? ഇതിന് 1 pedal ഡ്രൈവ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഹൈ ലോ അതെല്ലാം ഇടാൻ പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കയറുന്ന ടൈമിലാണെങ്കിലും ഇറങ്ങുന്ന ടൈമിലാണെങ്കിലും എല്ലാം. അപ്പം അതും ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ വണ്ടി ജസ്റ്റ് തിരിച്ചിട്ടു. ആൻഡ് ബാക്ക് പ്രൊഫൈൽ കാണാനാണെങ്കിലും ഫ്രണ്ട് കാണാനാണെങ്കിലും എല്ലാം നല്ല രസമാണ്, ജിൽജിലാണ്. ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു അല്ലെ ഒരു ഡിസൈൻ വൈബാണ് വണ്ടിയിൽ ഉള്ളത്. ഇത് നമുക്കൊരു കൂപ്പയാണോ അല്ല, ബട്ട് ഒരു സ്ലാൻഡിങ് റൂഫാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് റിയർ സീറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാം നോക്കാം. ആൻഡ് വണ്ടിയുടെ ഹാൻഡ്ലിംഗ്, റൈഡിംഗ് കംഫർട്ട് എല്ലാം എങ്ങനെയുണ്ട്? സസ്പെൻഷൻ സൈഡ് ആണെങ്കിലും എങ്ങനെയുണ്ട് മൊത്തത്തിൽ?
സസ്പെൻഷൻ സൈഡ് കമ്പയർ ടു അതർ EVs ഭയങ്കര സ്മൂത്ത് ആണ്. അതായത് സ്റ്റിഫ് ആണോ അതായത് സോഫ്റ്റ് ആണോ, അതായത് നമുക്ക് ചാട്ടം ഉണ്ടോ അതോ ചാട്ടമില്ല, ഇല്ല ഒഴുകി പോകുന്ന വോൾവോയുടെ ടിപ്പിക്കൽ സെറ്റപ്പ് ആണ്. ഓക്കെ, EV ആയതുകൊണ്ട് ബാറ്ററിയുടെ വെയിറ്റ് കൂടെ കൂടിയപ്പോഴത്തേക്ക് വണ്ടി കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആയ പോലെ തോന്നുന്നുണ്ടോ? സ്റ്റെബിലിറ്റി ഭയങ്കരമാണ്. ഈവൻ ഷാർപ്പ് കർവ്സ് എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും കോർണറിങ് ചെയ്യുമ്പോൾ എല്ലാം അടിപൊളിയാണ്, കൈ നിൽക്കുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് ഭയങ്കര കുഞ്ഞാണ്, ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിക്കാനാണെങ്കിലും വെട്ടിച്ചിട്ടൊക്കെ പോകാനാണെങ്കിലും സൈസും ഇല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ പോക്കറ്റ് റോക്കറ്റ് പോലെ കയറ്റിക്കൊണ്ട് പോകാം. പവറും അന്യായമാണ്. അറൌണ്ട് 272 BSP എങ്ങാണ്ട് പവർ ഉണ്ടല്ലോ. യെസ്, അപ്പോൾ ഈ പവർ വെച്ചിട്ട് ഇത്രയും ഒരു കുഞ്ഞു കാറും കൂടെ ആകുമ്പോൾ ഇങ്ങനെ ജിൽ എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ ഈ ബസ്സുകളിൽ ലോറികളൊക്കെ ആ സമയത്താണല്ലോ നമുക്ക് ഡെഫിനറ്റ്ലി അത് 0 to 100 in 5.3 seconds ആണ് വരുന്നത്. ഓ, അത്രയും തന്നെ എടുക്കുന്നുണ്ടോ? നോക്കിയോ? 100 നോക്കിയായിരുന്നു? സ്പെസിഫിക്കലി നോക്കിയില്ലെങ്കിലും ചവിട്ടിയാൽ ആക്സലറേഷൻ റേഷ്യോ സെറ്റ് ആണ്. ഓടിച്ചു നോക്കണം കഴിച്ചു, ഞാൻ അങ്ങനെ ഓടിച്ചില്ല, ഇത് ഓടിച്ചു നോക്കണം. ഓടിച്ചു നോക്കിയിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം. എന്നിട്ട് ഇത് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്നിട്ട് അല്ല, വലിയ ലോറികളെ ഓവർടേക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? അതായത് കേറത്തില്ല എന്ന് തോന്നുന്ന പോയിന്റിലൊക്കെ കയറി പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? സത്യം, ഈ തോന്നുന്നത് മനസ്സ് എത്തുന്നതിന് മുന്നേ കാർ എത്തുക. കാരണം ഇതിന്റെ ടയർ അതിന് കേപ്പബിളും കൂടാണ്. കാരണം ഇതിനകത്ത് ഗുഡിയറിന്റെ ലോ പ്രൊഫൈൽ ടയറാണ് കിടക്കുന്നത്. 245/45 R19 19 ഇഞ്ചിന്റെ ടയറാണ്. ടയർ ലൈഫിന്റെ കൺസേൺ വല്ല ഉണ്ടോ EV ആയതുകൊണ്ട്? അതായത് MGക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. MGക്ക് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ജെന്റും ലേഡിയും ഓടിക്കുന്നതിന് ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ഹസ്ബൻഡ് ഓടിക്കുന്ന കാറിന്റെ ഏകദേശം ഒരു 40,000 കിട്ടുന്നുണ്ട്. 40,000 റേഞ്ച് ആ ഒരു സംഭവമൊക്കെ എത്തുമ്പോഴത്തേക്കും മാറേണ്ടി വരും. ഞാനതൊരു 75 വരെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. 75,000 വരെ എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇനിയിപ്പോ അറിയണം എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ സ്പീഡിൽ പോകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അത് പറഞ്ഞ പോലെ റീജനറേഷൻ എങ്ങനെ ഇറക്കത്തിൽ മൂന്നാറിൽ ഇറങ്ങിയ സമയത്ത് എങ്ങനെ തിരിച്ച് ചാർജ് കയറുന്നതായിട്ട് തോന്നുന്നു? നല്ലപോലെ കയറുന്നുണ്ടോ അതോ പേരിന് മാത്രമേ ഉള്ളൂ? അത്യാവശ്യം ഒരു 1-2% ഒക്കെ തിരിച്ച് കയറുന്നുണ്ട്. അപ്പൊ റീജനറേഷൻ പ്രോപ്പർ ആണ്. ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ലെവൽ 1 ലെവൽ 2 ലെവൽ 3 എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? ഇതിൽ 1 പെഡൽ ഡ്രൈവ് എന്ന രീതിയിലാണ്. ആ ടെക്നോളജിയാണ്. ഓക്കെ, അതെ. അപ്പൊ ആ 1 പെഡൽ ഡ്രൈവ് നമുക്ക് ഹൈ ലോ അങ്ങനെ ഇടാം. നമ്മളിപ്പം കയറ്റം കയറുമ്പോഴാണെങ്കിലും ഇറങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ അത് ഹൈയിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി തന്നെ ഡിഫോൾട്ട് നോർമൽ അല്ലല്ല 1 എന്നല്ല ലോയിലായിട്ട് ഹൈ ഇടുന്നത് യൂഷ്വലി. അപ്പൊ നമുക്ക് സിറ്റികളിൽ അങ്ങനെ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. സിറ്റികളിൽ അങ്ങനെ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്ക് EX30യുടെ ഒരു ക്വിക്ക് വാക്ക് അറൗണ്ട് നോക്കാം. ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ആയത് ഈ സൈഡിലെ ഗ്രാഫിക്സ് വർക്കാണ്. എന്താണത്? ശരിക്കും നമ്മൾ കസ്റ്റം ചെയ്യിപ്പിച്ചാന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? എന്താണ് സംഭവം? ഒന്നുമില്ല, ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോൾ അവരുടെ ഇതിലുണ്ടായിരുന്നു. അപ്പൊ യൂഷ്വലി വരുന്നതിൽ ഇതില്ല. ഇത് സ്വീഡന്റെ പതാകയാണ്. സ്കാൻഡിനേവിയൻ മോഡലിൽ നിന്നാണല്ലോ അത് വന്നേക്കുന്നത്. അങ്ങനെ അപ്പൊ അത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഗ്രേയിലേക്ക് ഈ ഒരു കളർ വന്നപ്പോഴത്തേക്കും അത് നല്ലോണം ഓക്കെ, ഇത് ഈ സൈഡിലും അതുപോലെ ഫ്രണ്ടിൽ ആ സൈഡിലുണ്ട്. ഫ്രണ്ടിലും ആ സൈഡിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് നമുക്ക് ബാക്ക് പ്രൊഫൈലോട്ട് വരുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. സ്പോയിലർ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. തള്ളലുള്ള വലിയ സ്പോയിലർ ഒന്നും അല്ല. ആൻഡ് നമുക്ക് കുഞ്ഞൊരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസിന്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ട്? ബാക്കിൽ റിവേഴ്സ് നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടോ അതോ കുഞ്ഞായതുപോലെ എല്ലാം തോന്നുന്നു? ക്യാമറ ഉപയോഗിക്കുന്നതുകൊണ്ട് ഗ്ലാസ് ഉപയോഗിക്കാറില്ലല്ലേ? അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഇവിടെ പാർസൽ ട്രേ ഉണ്ടല്ലോ. അപ്പൊ പാർസൽ ട്രേ വെക്കുന്ന സമയത്ത് സാധനങ്ങൾ പെട്ടെന്ന് വിസിബിലിറ്റി പെട്ടെന്ന് അറിയുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷെ നമ്മൾ യൂഷ്വലി അവിടെ അങ്ങനെ സ്റ്റാക്കപ്പ് ചെയ്യാറില്ല. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ ഒരു DRL ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഇങ്ങനെ പോയിട്ടുണ്ട്. വോൾവോയുടെ ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതെന്താ സംഭവം? ഡിക്കി തുറക്കുന്നതാണോ? ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കത്തില്ല? തുറക്കുമല്ലോ. മറ്റേ കാല് വെച്ചിട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, സെൻസർ ഒന്നും ഇല്ല. ഡിക്കിലോട്ട് നോക്കുന്ന സമയത്ത് അത്യാവശ്യം 1 2 4 ബാഗ് ഒക്കെ എടുക്കും. ഈ എയർപോർട്ട് ബാഗ്സ് ഒക്കെ കിടക്കാറുണ്ടോ? വെച്ച് നോക്കിയിട്ടുണ്ടോ? എയർപോർട്ട് ബാഗ്സ്, ക്യാബിൻ ബാഗ്സ് കയറും. 2 കയറുമോ? 2-3 ഒക്കെ കയറുന്നുണ്ട്. യെസ്, ഓക്കെ. ഞാൻ അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. എന്നാ അത്ര വലിയ എനിക്കൊന്ന് MG-യെക്കാട്ടി വലുതല്ലല്ലോ. അതിനെക്കാട്ടി കുറച്ചുകൂടെ കോമ്പാക്ട് ആണ്. ടയർ നമുക്ക് ടയർ ഇവിടെ ഇല്ലേ? ടയർ ഇല്ലേ? സ്പെയർ ടയർ ഊരി വെച്ചേക്കോളൂ. സ്പെയർ ടയർ സാധാരണ വണ്ടി കൊണ്ടുപോകല്ലേ. ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിക്കി ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആയിക്കോളും. ആൻഡ് ബാക്കിലെ പ്രൊഫൈൽ ഇതാണ്. EX30 എന്ന് പറഞ്ഞിട്ട് ബാഡ്ജിങ് ഉണ്ട്. എക്സ്റ്റെൻഡഡ് റേഞ്ച്, അതായത് ടോപ്പ് എൻഡ് റേഞ്ച് ആയതുകൊണ്ടാണ്. എക്സ്റ്റെൻഡഡ് റേഞ്ച് എനിക്ക് തോന്നുന്നു അവരുടെ ഫീച്ചേഴ്സ് വെച്ചിട്ടും 480 കിലോമീറ്റേഴ്സിന്റെ എല്ലാം
വെച്ചിട്ടാണ് എക്സ്റ്റൻഡ് റേഞ്ച് എന്ന പേര് കൊടുത്തത്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇതേ ഗ്രാഫിക്സ് ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ചാർജിങ് യൂണിറ്റ് വരുന്നത്. ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CCS2 ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചാർജിങ്ങിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ചാർജ് ആവുന്നതിന്റെ. ആൻഡ് ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ടയറിലോട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ലോ പ്രൊഫൈൽ ടയറാണ് കണ്ടത്. ഗുഡിയറിന്റെ 19 ഇഞ്ച്. കാരണം ലോവർ ചെയ്ത് കിടക്കുന്ന പോലെയാണ് ഈ ടയർ 19 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്നത്. ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെ തോന്നുന്നു വണ്ടി? ഈ പാറയുടെ പുറത്തൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊട്ട റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ അടി തട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഫീൽ? അടിതട്ടുന്ന ഫീലിംഗ് ഇല്ല. അടിതട്ടുന്ന ഫീലിംഗ് എനിക്ക് കോനയ്ക്ക് ഉണ്ടായിരുന്നു. ബാറ്ററി താന്ന് കിടക്കുന്നോ? അതില്ല, അതിന്റെ ഈവൻ ഇവിടെ നമ്മുടെ ഗേറ്റിന്റെ ആ ഭാഗത്ത് കുറച്ചൊരു കുത്തനെയാണ്. കോന എപ്പോഴും ഇടിക്കും, ഫ്രണ്ട് ഇടിക്കും എപ്പോഴും. നമ്മള് ഒരു കുട്ടികളും അമ്മയും അച്ഛനും എല്ലാവരും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇടിക്കും. പക്ഷെ വിത്ത് വോൾവോ ആൻഡ് MG ഓൾസോ അടിപൊളിയാണ്. ഓക്കെ, ആൻഡ് സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ നമുക്കിവിടെ പ്ലാസ്റ്റിക് ക്ലാഡിംഗ് സിസ്റ്റം പോലെ കാണാൻ സാധിക്കും. ബ്ലാക്ക് ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ തന്നെ കാണും. ഇത് ഗ്ലോസി ഒക്കെ അടിപൊളിയായിരിക്കും ഈ സാധനം. ഈ ഫീൽഡിൽ ഇവിടെ വരുമ്പോൾ നല്ല രസമായിരിക്കും. ഡോക്ടറോട് പറഞ്ഞേക്കും നല്ല രസമായിരിക്കും, കാരണം ഏത് വണ്ടി കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ആൻഡ് നമുക്കിവിടെ ഇപ്പോൾ നല്ല ഗ്ലോസി ബ്ലാക്ക് കുഞ്ഞ് മിറർ കൊടുത്തിട്ടുണ്ട്. മിററിന്റെ വിസിബിലിറ്റി ഒക്കെ നല്ലതാണോ? കുഞ്ഞായതുകൊണ്ട് അടിപൊളിയാണ്. അഡാസ് ഉണ്ടോ വണ്ടിയിൽ? ലെവൽ 2 ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? അത് ഓഫ് ചെയ്തിട്ടേക്കാണോ? ഓക്കെ, ഞാൻ ചോദിക്കാം ഗൈസ് അതിനെ പറ്റി. മുകളിൽ നമുക്ക് ഓടിക്കുമ്പോൾ ഉടനെ ഓഫ് ചെയ്യും ഞാൻ. ആൻഡ് നമുക്ക് റൂഫിൽ നോക്കുമ്പോൾ ഫുൾ ഗ്ലാസ് ഏരിയ ആണ്, മൂൺ റൂഫ് ആണ്. ആൻഡ് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് പോകാം. ഓക്കെ, ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് തിരിച്ചിട്ടു നിങ്ങൾക്ക് ഫ്രണ്ട് പ്രൊഫൈൽ കാണാൻ വേണ്ടി. ആൻഡ് ഫ്രണ്ട് ആണ് എനിക്ക് ഒരു പക്ഷേ എനിക്കൊന്ന് ബാക്കിനെക്കാട്ടി കുറച്ചുകൂടെ ഇച്ചിരി ഈ പറഞ്ഞ പോലെ മസ്കുലർ ഫീൽ എനിക്കൊന്ന് ഫ്രണ്ടിനാണ് തോന്നുന്നു. കാരണം ഈ ലൈറ്റ് കണ്ടോ ഗൈസ്, ഭയങ്കര ഈ ക്രിസ്റ്റൽ ടൈപ്പ് ജുവൽ ടൈപ്പ് സാധനമാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ആൻഡ് ലൈറ്റിന്റെ വിസിബിലിറ്റി ഒക്കെ രാത്രിയിൽ എങ്ങനെ ഉണ്ട്? നല്ല കൂരി ഇരുട്ടത്ത് ഓടിച്ച് നോക്കിയോ? കൂരി ഇരുട്ടത്തൊക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് ബ്രൈറ്റ് ലൈറ്റ് അടിക്കുന്നവർക്കിട്ട് ബ്രൈറ്റ് അടിക്കാനും ഇത് നല്ലതാണ്. വളരെ നല്ല വെളിച്ചമുണ്ട്. ഓക്കെ, ആൻഡ് DRL ഇവിടെ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ആൻഡ് ഇവിടെ എയർ വെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 1 2 3 4 പാർക്കിംഗ് സെൻസേഴ്സ് ആൻഡ് ഫ്രണ്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് വെന്റാണ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലോസ്ഡ് ഗ്രില്ലാണ്. ആൻഡ് ഈ വോൾവോയുടെ ലോഗോയിൽ ഒരു 360 ഡിഗ്രി ക്യാമറ ഇൻറ്റഗ്രേറ്റ് കൊടുത്തിട്ടുണ്ട്. ബോണറ്റിനകത്ത് തുറന്നു നോക്കിയിട്ടുണ്ട് ഇതുവരെ? ഞാൻ തുറന്നു ഇല്ലല്ലേ, നമുക്ക് ഇപ്പൊ തന്നെ തുറക്കാം. EX30 ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കണ്ടോ, എപ്പോഴും കാണത്തില്ല കാരണം അതൊന്നുമില്ല. നമുക്കിവിടെ ചെറിയൊരു ഫ്രങ്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്ര ഒരു സാധനം ഒന്നും ഇരിക്കുന്നില്ല, ചെറിയ കവറും കാര്യങ്ങളൊക്കെ ഇരിക്കും. ഇവിടെ നമുക്ക് വൈപ്പർ ഫ്ലൂയിഡിന്റെ ഒഴിക്കാനുള്ള സെറ്റപ്പ് വേറെ ഒന്നുമില്ല. ബേസിക്കലി നമുക്ക് എനിക്കൊന്ന് ബാറ്ററി പോലും അയക്കണമെങ്കിൽ ഈ പറഞ്ഞ സാധനം കൺസോൾ അയച്ചിട്ട് ബാറ്ററി നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഹൈഡ്രോളിക് ബോണറ്റ് ആണ് വരുന്നത്. സോ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് തുറക്കേണ്ട ആവശ്യമില്ല. മറ്റേ വണ്ടികൾക്കായിരുന്നു ഇങ്ങനെയൊക്കെ തുറക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് സെയിം യെല്ലോ കളർ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലെ വിശേഷം. ഇനി നമുക്ക് വണ്ടിക്ക് അകത്ത് കയറി ഇന്റീരിയർ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഇന്റീരിയറിൽ കയറിയിട്ടുണ്ട്. എന്താണ് ഇന്റീരിയറിലെ ഫസ്റ്റ് ഇംപ്രഷൻ കയറിയ സമയത്ത്? അതെ, ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കിട്ടിയപ്പോഴത്തേക്കും ആദ്യം കയറി എവിടെയാ ഓൺ ആക്കുന്നതെന്നാ നോക്കിയത്. അപ്പോ സ്വിച്ചുകളൊന്നും ഇല്ല ഇതിനകത്ത്. ഇതാണ് ഇതിന്റെ കീ. അതെ, എന്റെ പൊന്നു ഗൈസ്, ഇതാണ് ഇതിന്റെ കീ. കണ്ട, ലൈക്ക് ഒരു കുഞ്ഞൊരു കാർഡ് പോലെ, ഒരു SSD കാർഡ് പോലെ ഇരിക്കുന്നത്. USB അത്ര ഉള്ളല്ലേ? ഇതാണ് എന്റെ കാർഡ്. ഇതിന്റെ കൂടെ നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും വണ്ടി? നമുക്ക് മൊബൈലിലും അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. പിന്നെ NFC കാർഡ് ഉണ്ടോ? ഇതാണ് NFC കാർഡ്. വേറെ എന്തെങ്കിലും കാർഡ് വരുന്നുണ്ടോ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ ഇതും മൊബൈലിലുള്ള ഇന്റഗ്രേഷൻ മാത്രമേ വരുന്നുള്ളൂ. മൊബൈലിൽ കൂടെ എന്തൊക്കെ പറ്റും നമുക്ക്? ഇപ്പം കാർ ഓൺ ചെയ്യാ, ഓഫ് ചെയ്യാ, എല്ലാ സാധനങ്ങളും. വണ്ടി നീക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടോ മൊബൈലിൽ നീക്കാനുള്ള സെറ്റപ്പ്? കീഴിലും പറ്റത്തില്ല. അതായത് വണ്ടി തന്നെ മുമ്പോട്ട് നീക്കുക, പാർക്ക് ചെയ്യുക, അങ്ങനെ സെറ്റപ്പ്? ഓട്ടോ പാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഓട്ടോ പാർക്കിംഗ് ഉപയോഗിച്ച് നോക്കാൻ നമ്മുടെ ഇവിടെ പറ്റത്തില്ല. അതെ, ലുലു പോലുള്ളത്ത് അടുത്ത് പോകുമ്പോൾ പറ്റുമായിരിക്കാം, പക്ഷെ നമ്മുടെ റോഡിൽ പറ്റത്തില്ല. പിന്നെ ഒരു സെമി ഓട്ടോണമസ് ഡ്രൈവിംഗ് എന്ന രീതിയിൽ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങളെ അസസ് ചെയ്ത് അതിന്റെ ഇതിൽ രീതിയിൽ പോകുമെന്നാണ് പറയുന്നത്. പിന്നെ കഴിയുമ്പോഴത്തേക്കും ഇല്ല, ഞാനായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. കയറി കഴിഞ്ഞപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കീ ഒന്നുമില്ല, ഈ ഒരു കീ വെച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഇവിടെ വേറെ ഒരു സാധനങ്ങളും ഇല്ല. മടിയരാവും ഈ വണ്ടിക്കറി, ഒന്നും ചെയ്യാനില്ല. അൺലോക്ക് ചെയ്യണ്ട, ഡോറ് തുറന്ന് കയറി ഇരിക്കുക, ഹാൻഡ് ബ്രേക്ക് മാറ്റണ്ട, ചുമ്മാ ഗിയറിന്റെ ലിവർ നമ്മൾ ഇപ്പോഴത്തെ പ്രീമിയം കാറിലെല്ലാം കാണുന്ന പോലെ തന്നെ നമ്മുടെ ലൈറ്റിന്റെ ബട്ടൺ ആണ് ഇപ്പോഴത്തെ ഗിയർ. ആ സൈഡിലാണ് ഗിയറിന്റെ നോബ് വന്നിരിക്കുന്നത്. മുകളിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഡ്രൈവ്, താഴോട്ട് ആക്കി കഴിഞ്ഞാൽ റിവേഴ്സ്. സിമ്പിൾ പരിപാടി. വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട, ഹാൻഡ് ബ്രേക്ക് മാറ്റേണ്ട, നത്തിങ്. വേറെ AC കൺട്രോൾ ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ?
ഇതിനകത്തൊരു വോയിസ് അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാറുണ്ടോ? വോയിസ് അസിസ്റ്റന്റ് ഉണ്ട്. ഇല്ല, അങ്ങോട്ട് നോക്കാറില്ല. നോക്കാറില്ല. അത് വിളിക്കണമല്ലോ, നമ്മൾ വീണ്ടും മടിയായ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ടും പോകത്തില്ല. ഇത് ഈ ഒരു സ്ക്രീൻ, ഈ ഒരു നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ടച്ച് സ്ക്രീൻ ആണ് നമുക്ക് ഇതിനകത്ത് ആകെ വരുന്ന ഒരു വലിയൊരു സെറ്റപ്പ് എന്ന് പറയാൻ വേണ്ടി മാത്രം. ബാക്കി എല്ലാം മിനിമൽ ആയിട്ട് എന്തൊക്കെ അവർക്ക് അവോയ്ഡ് ചെയ്ത് അവിടെ ബ്ലാങ്ക് ആക്കാൻ പറ്റും അവിടെ എല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഈവൻ സെൻട്രൽ കൺസോൾ പോലും നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ വിൻഡോ ഇപ്പൊ പൊക്കുന്നുണ്ടോ, ഈ വിൻഡോ പൊക്കാൻ വേണ്ടിയുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ. അപ്പൊ പുറകിലത്തെയോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എവിടൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാവോ അവരെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടൺ കൂടെ കൊടുക്കുക, അത് ഒരു ടച്ച് സ്ക്രീൻ ആക്കി. ഓക്കെ, അപ്പൊ സെൻട്രലിൽ ഈ പറഞ്ഞ നമ്മുടെ മീറ്റർ കൺസോൾ ഇല്ലാത്തതിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു? എപ്പോ നോക്കാറുണ്ടോ, ചമ്മി നോക്കാറുണ്ടോ, നോക്കിയിട്ട് സ്പീഡ് എത്രയായി, യു കാണുന്നില്ലല്ലോ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ഇപ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പൊ 2 months ആയി ഓടിച്ചു തുടങ്ങിയിട്ട്, എന്നാലും ഇപ്പോഴും ഈ ഒരു സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ വെർട്ടിക്കൽ സ്ക്രീൻ. ഇത് എത്ര ഇഞ്ചാ വരുന്നത്? 12.3 ഇഞ്ച്. ഓക്കെ, 12.3 ഇഞ്ചിന്റെ ഒരു വെർട്ടിക്കൽ സ്ക്രീൻ വരുന്നുണ്ട്. ഇതിനകത്ത് വേണ്ട എല്ലാ സെറ്റപ്പുകളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ നമുക്ക് എത്ര കിലോ വാട്ടിലാണ് വണ്ടി പവർ എടുക്കുന്നത്, 100 കിലോമീറ്റർ, ഇപ്പം ആവറേജ് 100 കിലോമീറ്ററിന്റെ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് ഓഡിയോ ട്രിപ്പിന്റെ കാണിക്കുന്നുണ്ട്. ഓഡോമീറ്ററിൽ മൊത്തം നമ്മൾ 6000 കിലോമീറ്റർ ഓടിച്ചെന്ന് കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്താണ് ഗിയറിന്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റീരിയർ ലൈറ്റ്സ്, മിറേഴ്സ്, ആംബിയൻ ലൈറ്റ്, ട്രങ്ക്, ഗ്ലൗ ബോക്സ്, സംഭവം ഇപ്പൊ ഇതിനകത്തൊരു സംഭവം ഉണ്ട്, ഗ്ലൗ ബോക്സ്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സാധനം ഓപ്പൺ ആയി വരും, കണ്ടോ? തന്നെയാണ്. ഇത് നമുക്ക് തുറക്കാൻ മാത്രമേ ഒറ്റയ്ക്ക് പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. ഓ, ഇതാണല്ലേ വൺ പെഡൽ ഡ്രൈവ്. ഓ, ഹൈറ്റ് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആവും വണ്ടി ആക്സിഡന്റ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഡ്രൈവിംഗ് മോഡ്സ് ഇല്ലേ? ഡ്രൈവിംഗ് മോഡ്സ് ആയിട്ടില്ല. ഓ, നമുക്കിവിടെ ഹസാർഡ് ലൈറ്റിന്റെ ടച്ച് ആണ് വന്നേക്കുന്നത്. ഹസാർഡ് ലൈറ്റ് പോലും ഇവിടെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളും ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടച്ച് റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? സ്മൂത്ത് ആണോ? അടിപൊളിയാണ്. ഒരു ലാഗോ ഹാങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട്. ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 360 ഡിഗ്രി ക്യാമറയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വിസിബിലിറ്റി ഉണ്ട്. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും സൈഡ് ആണെങ്കിലും എല്ലാ പ്രൊഫൈലും നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാണുന്നുണ്ട്. 3D ഉൾപ്പെടെ ഉണ്ട്. അതായത് നമുക്ക് വണ്ടി കാണേണ്ട സമയത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ചുറ്റിനുള്ളതും കാണാം. കുഴപ്പമില്ലാത്ത ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നമുക്ക് സൗണ്ട് സിസ്റ്റം എങ്ങനെയുണ്ട്? സ്പീക്കേഴ്സ് എവിടെയൊക്കെയാണ് വരുന്നത്? എത്ര സ്പീക്കേഴ്സ് ഉണ്ട്? മെയിൻലി ഫ്രണ്ടിലാണ് വരുന്നത്. ഓ ഗൈസ്, ഈ കാണുന്ന എല്ലാം സ്പീക്കേഴ്സ് ആണ് അല്ലേ? ഇത് ഇങ്ങനെ ഫ്രണ്ട് സ്പീക്കേഴ്സ് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഡോറിൽ സ്പീക്കർ ഇല്ലേ? ഡോറിൽ സ്പീക്കർ ഇല്ല. അത് ഞാൻ പറഞ്ഞ ഗൈസ്, വ്യത്യസ്തമായ എന്തൊക്കെ രീതിയിൽ ഈ വണ്ടി പണിയാവോ ആ രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഡാഷ് ക്യാം ഇന്റഗ്രേറ്റ് ഇൻബിൽറ്റ് ഉള്ളായിരുന്നു, സെപ്പറേറ്റ് നമ്മൾ അവിടെ തന്നെ മേടിച്ചാ. ഓക്കെ, ആൻഡ് ഓട്ടോമാറ്റിക് ORVM കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള, ഓ ഇവിടെ ഹസാർഡിന്റെ ബട്ടൺ ഉണ്ടല്ലേ? ഇത് യൂസ് ചെയ്യാറുണ്ടോ? ഇതാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഹസാർഡ്, ഇതെന്താ SOS എമർജൻസി, SOS മെസ്സേജ്, അവരുമായിട്ട് ചാറ്റ് ചെയ്യേണ്ട സെറ്റപ്പ് സാധനങ്ങൾ. ഇത് ലൈറ്റ്, ഇതൊക്കെ എന്താ? ഓ, ഇത് മറ്റേ ഫ്ലൈറ്റിൽ ഓണാവുന്ന ആ സെറ്റപ്പ് ഇങ്ങനെ സ്ലോ ആയിട്ട് കൊള്ളാല്ലേ? ഭയങ്കര പ്രീമിയം ഫീല്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സൺവൈസർ ഫുൾ ബ്ലാക്ക് റൂഫാണ് വന്നേക്കുന്നത്. ഗൈസ്, നമുക്ക് ഇതിന്റെ ഡോറ് 90 ഡിഗ്രിയിൽ തുറക്കാൻ സാധിക്കും. ഡോറിലോട്ട് വരുന്ന സമയത്ത് ഡോറിന്റെ പോക്കറ്റ്സ് ഇവിടെ സിമ്പിൾ ആണ്. ആൻഡ് ഇത് കണ്ടോ, നമുക്ക് തുണിയാന്ന് തോന്നും, ക്ലോത്ത് ആണെന്ന് തോന്നും, സോഫ്റ്റ് മെറ്റീരിയൽ അല്ല. ബേസിക്കലി ഇതൊരു ഡെനിം. ഓക്കെ, ഇത് മറ്റേ ഈ പറഞ്ഞ റീസൈക്കിൾ പ്ലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓ, ഒരു വെറൈറ്റി ഫിനിഷിംഗ് ആണ് നമുക്ക് കൊടുക്കുമ്പോൾ. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അകത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് മൂൺ റൂഫ് വിശാലമായി ഇവിടുന്ന് അങ്ങ് വരെ തുടങ്ങുന്നുണ്ട്. ഈ മൂൺ റൂഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വെയിൽ അടിക്കത്തില്ലല്ലോ അല്ലേ? വെയില് ലൈറ്റ് ആയിട്ട് അടിക്കും. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ടൂർ പോയ സമയത്ത് എന്റെ അമ്മയൊക്കെ കയറിയപ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിരുന്നു. സോ ദാറ്റ് അപ്പൊ നമ്മൾ ഷെയ്ഡ് എടുത്തു വെച്ചു. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ഇറ്റ് ഈസ് ഓക്കെ, വലിയ കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഫുൾ അപ്പോൾസ്റ്ററിയും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളും നോക്കാം. ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് ഒരു ഫോണൊക്കെ ജസ്റ്റ് ചുമ്മാ വെച്ചാൽ താഴെ വരുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ട്, അതൊക്കെ ഉണ്ട് അവിടെ. ഇതിന്റെ ഗ്ലൗ ബോക്സ് ഇവിടെ നമുക്കൊന്നുമില്ല, ഇവിടെ ഫുൾ ബ്ലാങ്ക് ആണ്. യെസ്, ഇത് ഗ്ലൗ ബോക്സ് തുറക്കുന്നത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൗ ബോക്സ് റെഡി. എന്നിട്ട് എന്ത് നമ്മൾ ചെയ്യണം? നമ്മൾ തന്നെ തിരിച്ച് തന്നെ അടയ്ക്കണം. ഇവിടെ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ സാധനങ്ങൾ. ഓ, അത് കൊള്ളാല്ലേ ഗൈസ്. ഇതിങ്ങനെ കോഫി ഒക്കെ കുടിച്ചിട്ട് ഇവിടെ ഓക്കെ ഗൈസ്, ഇങ്ങനെ രണ്ട് വലിയ കുപ്പി വെക്കാൻ പറ്റുന്ന സെറ്റപ്പ് സാധനങ്ങളുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിൻഡോ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ബട്ടൺസ്. ലോക്ക്, വണ്ടിയുടെ ലോക്കും അൺലോക്കും കൊടുത്തിട്ടുണ്ട്. ഇത് പൊക്കാനൊന്നും പറ്റത്തില്ല, ഹാൻഡ് റെസ്റ്റ് ഫിക്സർ ആണ്. യെസ്, ഇവിടെ നമുക്ക് AC വെൻസ് കാര്യങ്ങളുണ്ട്. AC വെൻസിന്റെ ഡിസൈൻ നോക്ക്. AC വെൻസിന്റെ ഡിസൈൻ കണ്ടോ ഗൈസ്? ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന എല്ലാം ഒരു വെർട്ടിക്കൽ ടൈപ്പ് ഡിസൈൻ ആണ്. ആൻഡ് ഇവിടെ എയർ ബാഗ്, മൊത്തം എത്ര എയർ ബാഗ് വരുന്നുണ്ട്? 8 എയർ ബാഗ്സ് വരുന്നുണ്ട്. അപ്പൊ മൊത്തം എത്ര സ്പീക്കർ വരുന്നുണ്ട്?
9 സ്പീക്കർ. 9 സ്പീക്കർ വരുന്നുണ്ട്. 9 സ്പീക്കർ എങ്ങനെയുണ്ട്? ഇടിപ്പും കാര്യങ്ങളൊക്കെ, സൗണ്ട് എഫക്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് എഫക്ട്സ് എനിക്ക് ഓക്കേന്നേ തോന്നിയിട്ടുള്ളൂ. അതായത് ഭയങ്കര അതില്ല, ആ സെറ്റപ്പ് ഒന്നും ഇല്ല, ക്ലീൻ സെറ്റപ്പാ. ഓക്കെ. ഞാൻ നമുക്ക് ഫ്രണ്ടിലത്തെ കൺസോളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഫുൾ ബ്ലാങ്ക് ആണ്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ. സ്റ്റിയറിംഗിലോട്ട് വരുന്ന സമയത്ത് കുഞ്ഞ് സ്റ്റിയറിംഗ് ആണ്. ആൻഡ് ഇതാണ് ഇതിന്റെ ഹോൺ വരുന്നത്. വോൾവോയുടെ ലോഗോ വരുന്നുണ്ട്. അങ്ങോട്ടൊരു ആരോ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? മറ്റേ സെൻസർ കാര്യങ്ങളൊക്കെയാണ്. ക്യാമറ നമ്മുടെ അലേർട്ട് ഇവിടെ വരും. നമ്മളിപ്പോ ഫോൺ ഉറങ്ങുവാണെങ്കിലോ ഫോൺ നോക്കുവാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഗിയർ ലിവറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് നമുക്ക് ഗിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇവിടെ നോക്കുന്ന സമയത്ത് വൈപ്പർ, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ആണല്ല, ഒന്നും ആവശ്യം പോലും ഇല്ല. ബട്ട് എന്നാലും മാനുവലി ചെയ്യണമെങ്കിൽ അങ്ങനെ. ആൻഡ് ഇവിടെ നമുക്ക് പാട്ട്, മ്യൂസിക്കിന്റെ കൺട്രോൾസ്, ആൻഡ് ഇവിടെ അഡാസ്, ഡ്രൈവിംഗ് അസിസ്റ്റന്റിന്റെ ഒക്കെ കുഞ്ഞ് സ്റ്റിയറിംഗ്. എങ്ങനെയാണ് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഒക്കെ? അടിപൊളിയാണ്. ആദ്യം നമ്മൾ നേരത്തെ വലിയ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഇത് പിടിക്കുമ്പോൾ ഒരു ഇതുണ്ടാകും. പക്ഷെ ഇപ്പൊ ഇത് പിടിച്ചിട്ട് വലിയ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ സീറ്റിംഗ് എങ്ങനെയുണ്ട്? തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? തൈ സപ്പോർട്ട് ഉണ്ട്, ലംബ സപ്പോർട്ട് ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. ഇരിക്കാനാണെങ്കിലും ലോങ് ഡ്രൈവ് എല്ലാം അടിപൊളിയാണ്. ഇതിന്റെ മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഒരു ഫാബ്രിക് ടൈപ്പ് വേറൊരു കൂടുതലും സ്റ്റെയിൻ പിടിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ലെതർ ഫിനിഷോ അങ്ങനെയൊന്നും ഇടേണ്ടി വരുന്നില്ല. ഇത് ലെതർ ഫിനിഷ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ഫിക്സഡാ? ഏതാ? ഇത് ഫിക്സഡാ. ഓക്കേ ഓക്കേ. അതിന്റെ ഈ മെറ്റീരിയലിന്റെ കാര്യം കൊണ്ട് തന്നെ ഇതിന്റെ കാറിന്റെ അകത്ത് സ്മെൽ അധികം നിൽക്കത്തില്ല. ഓക്കേ, അത് കൊള്ളാം. അതുപോലെ ഈ AC ആണെങ്കിലും രണ്ട് ഡ്യുവൽ സോൺ AC ആണ്, 2 സോൺ AC ആണ്. രണ്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സ്മെല്ല്, പുറത്തുനിന്ന് വരുന്ന പൊല്യൂഷന്റെ കൺട്രോൾ ഉണ്ട്, എയർ പാർട്ടിക്കിൾ മെറ്റീരിയൽ കൺട്രോൾ ഉണ്ട് ഇതിനകത്ത്. നല്ല അടിപൊളിയാണ്. യെസ്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ റിയർ സീറ്റിൽ കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് ഇത് ഇവിടുത്തെ 2 പിള്ളേര്. എങ്ങനെയുണ്ട് പിള്ളേരെ? വണ്ടി സൂപ്പർ ആണോ? അടിപൊളിയാണോ? നിങ്ങൾ MGയുടെ വണ്ടിയിൽ നിന്ന് വന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? നല്ല അടിപൊളിയാ. MGയുടെ വണ്ടിയാണോ വോൾവോ ആണോ ഇഷ്ടം? വോൾവോ. കാരണം പ്രീമിയം ആണോ? ഓ, എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടി പ്രീമിയം തോന്നിയിട്ടുള്ളത്? ഓക്കെ ഓക്കെ. വേറെ നമ്മൾക്കൊക്കെ റീഡിംഗ് ലൈറ്റ് ഒക്കെ സൈഡിലൊക്കെ വെച്ചിട്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇരിക്കാനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഹാപ്പിയാണ്. അപ്പൊ MGയെക്കാട്ടി സന്തോഷം ഇതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസ് അടുത്ത്? ഹായ് എല്ലാം പറയാനുണ്ടോ? അമ്മയുടെ ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണോ? ഹാഫ് ആമയെ പോലെ. ചില സമയത്ത് എഴഞ്ഞാണോ പോകുന്നത്? ആണോ? എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ ഹലോ ഇതിന്റെ ബ്രേക്ക് ആ സെറ്റപ്പാണോ? ഓക്കെ. പാട്ടൊക്കെ എങ്ങനെയുണ്ട് ഇതിനകത്ത് കേൾക്കാൻ? അടിപൊളിയാണ്. ഒന്ന് പരിചയപ്പെടുത്തിക്കോ, പേരും ക്ലാസ്സും കൂടെ പറഞ്ഞോ. ഞാൻ അമ്മയ. ഞാൻ ബിലീവർ സ്കൂളിലാണ് 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാൻ അനൈസ കിരൺ ആണ്. ബിലീവർ സ്കൂളിൽ തന്നെയാണ് 2Aയിലാണ്. 2Aയിലാണ്. ശ്രദ്ധിച്ചോണേ, 2Aയിലാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിലെ കംഫോർട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ ബാക്ക് സീറ്റിലെ കംഫോർട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് മേജറായിട്ട് മിസ്സിങ് മേ ബി തോന്നുന്നത് ഫ്ലോർ കുറച്ച് ഹയർ സൈഡിലാണ്. അതുകൊണ്ട് ചിലപ്പോൾ കാല് നമ്മൾ ഇങ്ങനെ വെക്കേണ്ടി വരും. ആൻഡ് തൈ സപ്പോർട്ട് ഈ ഫ്ലോർ ഹൈ ആയതുകൊണ്ട് തൈ സപ്പോർട്ട് ഭയങ്കര കുറവുള്ള പോലെ എനിക്ക് പേഴ്സണലി സൈസ് ഉള്ളത് കൊണ്ട് തോന്നുന്നു. ഹൈറ്റിൻ്റെ കേസിൽ നമുക്ക് ഒരു പ്രശ്നവും തോന്നില്ല, കാരണം നല്ല ഹൈറ്റ് ഉണ്ട്. ഇനിയും ഹൈറ്റ് ഉണ്ട്. എനിക്കൊരു 6 അടിയുടെ അടുത്തുണ്ട്. എന്നാൽ സ്റ്റിൽ നല്ല ഹൈറ്റും കാര്യങ്ങളുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ എന്തെങ്കിലും തൂക്കിയിടാനുള്ള സെറ്റപ്പ് സാധനങ്ങളുണ്ട്. റീഡിംഗ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് AC കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഗൈസ് നമുക്ക് വേസ്റ്റ് സെറ്റപ്പ് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഒരു ഇളക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് ആക്കാനുള്ള സെറ്റപ്പ് കണ്ട് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. 2 Type C സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ്സും കാര്യങ്ങൾ വരുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 4 പേർക്ക് കംഫർട്ടായിട്ട് പോകാൻ പറ്റിയ ഒരു ഇലക്ട്രിക് കാർ വോൾവോയുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഇത് പറയാൻ സാധിക്കും. കാരണം ഇറങ്ങാനും കയറാനും ഇപ്പോൾ കണ്ട് നോക്കിയോ, ഞാൻ ഇറങ്ങുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ സാധിക്കുന്നുണ്ട്. അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ വോൾവോ EX30യുടെ കോക്പിറ്റ് വ്യൂ ഡ്രൈവിങ്ങിൽ. നല്ല രസമുണ്ടല്ലേ? ലൈക്ക് ആദ്യം എനിക്ക് ഈ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ഇല്ലാത്തതിൻ്റെ വിഷമം തോന്നി. പിന്നെ നമ്മൾ ഓടിക്കുന്ന ഫണ്ടിൽ ക്ലസ്റ്റർ ഒന്നും ആരും നോക്കുന്നില്ലെന്ന് മനസ്സിലായി. നോക്കാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല. ആൻഡ് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ആണെങ്കിലും നല്ല രസമുണ്ട് ഗൈസ്. അതായത് ഈ കുഞ്ഞ് സ്റ്റിയറിങ്ങിനകത്ത് നമുക്ക് നല്ല ക്യൂട്ടായിട്ട് ആൻഡ് ഭയങ്കര ഹാൻഡി ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. നല്ല രസമുള്ളൊരു കോക്പിറ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് മാറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളും വരുന്നത്. ഹോൺ അത്യാവശ്യം ലൗഡാണ്. പ്രസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. എവിടെ പ്രസ് ചെയ്താലും ഹോൺ കിട്ടും. എൻ്റെ പൊന്നോ, ഇത് പക്കയായിട്ട് കിട്ടുന്നുണ്ട്. സാധനം കിട്ടുന്നുണ്ട്. ഇവിടെ ബാക്കി പക്കാണ്. കിട്ടുന്നുണ്ട്. അല്ല, എന്റെ മടിയിലാണ് അനീസ്. എടുത്തെറിയുന്നില്ല, സ്ട്രൈറ്റേ ഉള്ളൂ. ഞങ്ങൾ എയറിലാണ്. ചുമ്മാ അല്ല, അറിയുന്നില്ലെന്ന് പറഞ്ഞ വണ്ടി ഫ്രണ്ട് ഇരിക്കുമ്പോ അതെവിടെ ഹൈവേയിലെ നോക്കി
35%-ലാണ് നമ്മൾ ഈ പവർ കിട്ടുന്നത് കേട്ടോ. 35%-ലുണ്ട്. സാറിന് 30-ലൊന്നും പവർ വരാത്ത. നമ്മൾ സ്പോർട്സ് ഇടണ്ട, ഒന്നും ഇടണ്ട, കാല് കൊടുക്കുന്നു. ആ വണ്ടി സൈഡ് സ്റ്റിയറിംഗിൽ ആ വൈബ്രേഷൻ അറിയുന്നില്ല എനിക്ക്. ഇല്ല, എടുക്കുമ്പോ അറിയുന്നുണ്ടോ? 60, 70, 80. ചുമ്മാ അല്ല പിള്ളേര് പറഞ്ഞു അമ്മ ഹാഫ് അമ്മയാന്ന്. ബ്രേക്കിംഗ് ഉള്ളല്ലേ ഞങ്ങളിവിടെ പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കാലി കുത്തി നിൽക്കുക. തൈ സപ്പോർട്ട് വരും, ലെഗ് സപ്പോർട്ട് പോലെയല്ല. ഞങ്ങള് നിൽക്കുവോ വണ്ടിയില്? സൗണ്ട് ഉണ്ട് കേട്ടോ. കൊള്ളാലോ. അപ്പൊ ഗൈസ്, എനിക്ക് ഈ വണ്ടി ഇത്രയും നേരം ഓടിച്ചതിൽ മനസ്സിലായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിക്ക് സ്പോർട്സ് മോഡ് ഇല്ലാത്തതിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൂസ്റ്റ് മോഡോ എക്കോ മോഡോ ഒന്നും ഇല്ലാത്തതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം ഇതിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് അത്ര ഇൻസ്റ്റന്റ് ആണ്. കാല് കൊടുക്കുന്ന സമയത്ത് എവിടെ കാല് കൊടുക്കുന്നോ അവിടുന്ന് ഈ പറഞ്ഞ 5 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ സ്പീഡ്. ഇത് സിമ്പിളായിട്ട് പുട്ട് പോലെ അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ്. ഇതിപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം കുറേ പറഞ്ഞില്ലേ, ക്യൂട്ടാണ്, അതാണ് ഇതാണ്. ആൻഡ് സസ്പെൻഷൻ സൈഡ് ആണെങ്കിൽ ഞങ്ങളിപ്പോൾ കുറച്ച് കുഴി അടിച്ചു നോക്കി, കുറച്ച് ഹമ്പൊക്കെ അടിച്ചു നോക്കി. സസ്പെൻഷൻ സൈഡ് ആണെങ്കിൽ അടിപൊളി. ഇപ്പോൾ ഞങ്ങൾ 4 പേരായിട്ടാണ് പോകുന്നത് കേട്ടോ. ജിമ്മിലെ കോച്ചുണ്ട്, ജിമ്മിൽ പോകാത്ത കോച്ചുണ്ട്, അതിൽ വണ്ടിയുടെ ഓണറുണ്ട്. രസമുണ്ട്. എങ്ങനെ ഈ സൈഡിലായിരിക്കുമല്ലോ കൂടുതൽ ഇരിക്കുന്നത് പിന്നെ അല്ലേ? മറ്റേ നമ്മുടെ ഡോക്ടർ ഉള്ളപ്പോൾ തരത്തിലായിരിക്കുമല്ലോ. തരാത്തതിന്റെ റീസൺ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ത് രസം ഈ വണ്ടി ഓടിക്കാൻ. നല്ല രസമുണ്ട് ഗൈസ്. ഹാൻഡിലിംഗ് ആണെങ്കിലും എല്ലാം പക്ക. കാരണം ഈ പ്രൈസ് ഞാൻ ആദ്യം വിചാരിച്ചു ഓവർ പ്രൈസ്ഡ് ആണല്ലോ. പക്ഷേ ഇപ്പൊ ഈ കാർ ഓടിക്കുന്നുണ്ടല്ലോ, നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് കണ്ട് ഈ ഒരു സാധനമാണ് കിട്ടുന്നത്. കണ്ടോ, ഇതിങ്ങനെ കാല് കൊടുക്കുന്നു, കയറുന്നു, ഷൂ അതായത് 5 സെക്കൻഡ് 100 കിലോമീറ്റർ. ഇത് ഈ കാര്യത്തിൽ ഈ കാറ് സെറ്റാണ്. നമ്മളുടെ നാട്ടിലെ ഒരു ഡ്രൈവിംഗ് വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു സ്കൂട്ടർ ഇങ്ങനെ വന്ന് ഇവരിങ്ങനെ വന്ന് വെട്ടിച്ചോണ്ട് പോകത്തില്ല. നമുക്കറിയാം വെട്ടിക്കുമെന്ന്, പക്ഷെ ഇവനറിയത്തില്ലല്ലോ വെട്ടിക്കുമെന്ന്. ഓട്ടോമാറ്റിക് ബ്രേക്ക് അഡാസ് ഇല്ലെങ്കിലും എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കത്തില്ല വണ്ടി ഇപ്പൊ ബ്രേക്ക് പിടിക്കാൻ അപ്പൊ ഒന്ന് എടുത്തടിക്കും. ഇങ്ങനെ വരും. അത് മാത്രമല്ല ഓൺ സ്പോട്ട് ചിലപ്പോൾ പുറകില് വണ്ടി വരുമായിരിക്കും. അപ്പൊ അവരും ഒന്ന് പേടിക്കും. ആ ഒരു ഇഷ്യൂ മാത്രമാണ് എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ EX30യുടെ റിവ്യൂ അവസാനിക്കുന്ന സമയത്ത് അതിന്റെ സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര അതിന്റെ ടോപ്പ് എൻഡ് എത്ര വരെ അടിച്ചിട്ടുണ്ട്? ടോപ്പ് എൻഡ് 180 ആണ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മളൊരു 110 വരെയൊക്കെ പോയിട്ടുണ്ട് തൃശ്ശൂർ പോയ സമയത്ത്. പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. 110 പോയിട്ടും ആ സ്റ്റെബിലിറ്റി അപ്പോഴാണ് അറിയുന്നത്. ആ ഒരു സ്പീഡിലാണ് പോകുന്നത്, നമുക്ക് ഉള്ളിലിരുന്ന് തോന്നത്തില്ല. ഓക്കെ. അതായത് EV ആയതുകൊണ്ടും ഈ പറഞ്ഞ പോലെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും അടിപൊളി. അപ്പൊ 2026 ഒരു പുതിയ EV എടുക്കാൻ പോകുന്നവർ ഇപ്പൊ വോൾവോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ധൈര്യമായി എടുക്കാൻ പറയാൻ പറ്റുമോ? അതോ വേറെ ഏതെങ്കിലും കൂടെ നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി? അല്ലെങ്കിൽ എങ്ങനത്തെ ആൾക്കാർക്കാണ് EX30 പറ്റുന്നതെന്ന് കൂടെ പറഞ്ഞു. എങ്ങനത്തെ അങ്ങനല്ല, 2026 EV എടുക്കാൻ പോകുന്ന എല്ലാവരും വോൾവോ തന്നെ നോക്കണം, അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രീമിയം സെഗ്മെന്റിൽ നോക്കുന്നവര് ഈ അതുപോലെ തന്നെ ഡെയിലി എത്ര കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവര് നോക്കുന്നതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോമ്പാക്ട് ആയിട്ടുള്ള, എസ്പെഷ്യലി ലേഡീസിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു EV ആണ് വോൾവോ. സർവീസിന്റെ കാര്യത്തിൽ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. സർവീസിന്റെ കാര്യത്തിലും പേടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഗ്ലിച്ചസ് ചിലപ്പം ഇടയ്ക്ക് ഒന്ന് വരാറുണ്ട്. അത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് അപ്ഡേറ്റ് ശരിയായിക്കോളും. അപ്പൊ അതാണ് ഗൈസ് നമ്മുടെ EX30യുടെ വിശേഷങ്ങൾ. നമ്മുടെ ഇതിന്റെ ഹോസ്പിറ്റലിന്റെ പേരെന്തായിരുന്നു? ക്ലിനിക്കിന്റെ പേര്? ക്ലിനിക്കല്ല, ഹോസ്പിറ്റലാണ്. നമുക്ക് 2 ഹോസ്പിറ്റൽസ് ഉണ്ട്. സുമ കാർത്തിക സ്പെഷ്യാലിറ്റി ഐ കെയർ ആൻഡ് കോസ്മെറ്റോളജി സെന്റർ എന്നുള്ളതാണ്. ഓച്ചിറ ഭരണിക്കാവാണ് വരുന്നത്. പിന്നെ നമുക്ക് 2 ക്ലിനിക്സ് കൂടെ ഉണ്ട്. അത് കോസ്മെറ്റോളജി ക്ലിനിക്സ് ആണ്. അത് പന്തളത്തൊരു ക്ലെയർ ഫിറ്റ്, അതുപോലെ അടൂര് ആകൃതി, അങ്ങനെ ഒരു 4 റണ്ണിങ് ഓർഗനൈസേഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മുടെ EX30യുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ യൂസർ റിവ്യൂ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, അതിൻ്റെ പേട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നതിൽ താങ്ക് യു സോ മച്ച്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു, ബട്ട് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.